എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ലവ് ലാബ് എന്ന ഒരു പ്രൊഫൈലിൽ നിന്നും ചോദിച്ചിരിക്കുകയാണ്, ബ്രോ ഈ മര്യാദരാമന്മാരായിട്ടുള്ള ആൺകുട്ടികളെ കഴിഞ്ഞും സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ബാഡ് ബോയ്സിനോടാണ് എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ. അപ്പോൾ ഒരു പരിധി വരെ അത് ശരിയാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ബാഡ് ബോയ്സ് എന്ന് പറയുമ്പോൾ ഈ മോശം സ്വഭാവമുള്ള ആണുങ്ങളോട് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ നേച്ചറുള്ള പുരുഷന്മാരോട് അങ്ങനെയല്ല ഇവിടെ അർത്ഥം. മറിച്ച് ഈ പറഞ്ഞ ബാഡ് ബോയ്സ് എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്ക് അവരിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സ്ത്രീകൾക്ക് വളരെയധികം അട്രാക്ഷൻ തോന്നുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. അത് അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ദുർഗുണങ്ങളോടല്ല, മറിച്ച് അങ്ങനെയുള്ള ആളുകൾ ആർജിച്ചെടുക്കുന്ന ചില പോസിറ്റീവായിട്ടുള്ള സ്ത്രീകൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനോടാണ് ഈ സ്ത്രീകൾക്ക് വളരെയധികം ഒരു അഡിക്ഷനും ഇഷ്ടമൊക്കെ തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് തോന്നുന്നതെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണത് തോന്നുന്നത്, ഇതൊക്കെ നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമതായിട്ട് ഈ ബാഡ് ബോയ്സിൻ്റെ ഒരു പ്രത്യേകത അവർ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണെന്നുള്ളതാണ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ചില പാറ്റേൺസ് ഉണ്ടല്ലോ, സ്നേഹം ഇങ്ങനെയാണ്, റൊമാൻസ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില വഴികൾ, അവരിതൊന്നും ഫോളോ ചെയ്യത്തില്ല. അവരുടേതായിട്ടുള്ള ഒരു പുതിയ വഴി വെട്ടിത്തെളിക്കും എന്നുള്ളതാണ്. നിങ്ങൾ അന്യൻ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ റെമോ അതുപോലെ തന്നെ അമ്പി, രണ്ട് ക്യാരക്ടേഴ്സ്, ഇവ തമ്മിലുള്ള ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. ഈ അമ്പി വളരെ ട്രഡീഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വഴി ഫോളോ ചെയ്തുകൊണ്ടാണ് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നത്. അപ്പോൾ അവൾക്കൊരു പുതുമയും തോന്നുന്നില്ല, അവൾക്ക് ഭയങ്കര ബോറാണ് തോന്നുന്നത്. പക്ഷേ ഇതേ ആൾ തന്നെ, ഈ പറഞ്ഞ് ഇവൾ റിജക്റ്റ് ചെയ്ത ഇതേ അമ്പി തന്നെ റെമോയായി വരുമ്പോൾ ആ റെമോയെ അവൾക്ക് വളരെയധികം ഇഷ്ടമാവുന്നു. കാരണം എന്താണ്, അയാൾ വളരെയധികം ഡൈനാമിക്കാണ്. ഈ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള സ്നേഹത്തിൻ്റെ വഴി പിന്തുടരുന്ന ആളല്ല, അയാളുടേതായിട്ടുള്ള ഒരു പുതിയ വഴി അയാൾ അവിടെ വെട്ടി തുറന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവളുടെ ഇഷ്ടം എന്താണെന്ന് അവൻ പരിഗണിക്കുന്നു. അതിനു വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനോ അവൻ തയ്യാറാവുന്നു. അവൾക്ക് വേണ്ടിയിട്ടൊരു ഫാഷൻ ഷോ വെക്കുന്നു, അതിൽ അവളെ കണ്ടുമുട്ടുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ ഡൈനാമിക്കായിട്ട് വൈബ്രൻ്റ് ആയിട്ട് ഒരു പുതിയ രീതിയിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവൻ്റെ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ തന്നെ അവൾ വീണു പോകുന്നു. ഒരു കഥയുണ്ട്, പെൺകുട്ടി ചോദിക്കുകയാണ് എപ്പോഴാണ് ഇനി എന്നെ കാണാൻ വരുന്നത്. അപ്പം സ്നേഹിക്കുന്നവൻ പറഞ്ഞു, അയ്യോ ഞാൻ 7 കടലുകൾ താണ്ടിയാണേലും കാണാൻ വന്നിരിക്കും, അപ്പോൾ നാളെ തന്നെ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ പറഞ്ഞ സമയത്ത് ഇവനെ കാണുന്നില്ല. അപ്പോൾ വിളിച്ചു വെച്ചപ്പോൾ അവൻ പറയാം, അതെ ഇന്ന് മഴയാണ് അതുകൊണ്ട് വരാൻ പറ്റത്തില്ല. 7 കടൽ താണ്ടി വരും എന്നൊക്കെ പറഞ്ഞവൻ ഒരു ചെറിയ മഴ ചെയ്തപ്പോൾ പോലും അവന് വരാനായിട്ട് സൗകര്യപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെ നല്ല ഉണ്ണികൾ എന്ന് പറയുന്ന ആൾക്കാർ ഒരു തരത്തിലും ചിലപ്പോൾ റിസ്ക് എടുത്തൊന്നിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പാറ്റേൺ ഫോളോ ചെയ്യും. അവരൊട്ടും ഡൈനാമിക് അല്ല, വളരെയധികം ബോറിംഗ് ആയിരിക്കും, ഒരു സ്റ്റാറ്റിക് ആയിരിക്കും. പക്ഷേ ഇവരങ്ങനെയല്ല, ഒറ്റയ്ക്ക് വഴിവെട്ടി എന്നവന്മാരാണ്. അത്രയ്ക്ക് ധൈര്യമുണ്ട്, അത്രയ്ക്ക് ചങ്കൂറ്റമുണ്ട്, സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി എന്ത് റിസ്ക്കും എടുക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് ഈസ് ഡോമിനൻ്റ് ആൻഡ് അസേർട്ടീവ് എന്നുള്ളതാണ്. അതായത് അവൻ ഒരിക്കലും ഒരു പെണ്ണുണ്ണിയല്ല, അവൻ ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി അതുകൊണ്ട് തന്നെ ബെഗ് ചെയ്യുകയുമില്ല. അവനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് അവൻ ആരുടെയും പുറകെ എന്നെ ഒന്ന് സ്നേഹിക്കുമെന്ന് പറഞ്ഞ് നടക്കത്തില്ല. വേണമെങ്കിൽ എന്നെ സ്നേഹിച്ചോ, ഞാനിതാ ഇവിടെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ അവരെ പെൺകുട്ടികളൊന്നും മൈൻഡ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ വേണ്ടവർ വന്ന് എന്നോടൊരു റിലേഷൻ ഉണ്ടാക്കട്ടെ, ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അവന്. പക്ഷേ ഈ പെണ്ണുണ്ണികളായിട്ടുള്ള ആണുങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്യും. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അയ്യോ എന്നെ ഒന്ന് സ്നേഹിക്കുക എന്ന് പറഞ്ഞ് പുറകെ നടക്കും. അതിനുവേണ്ടി എത്ര വേണേൽ താന്നു കൊടുക്കാനും ഒരു രീതിയിലും സെൽഫ് എസ്റ്റീം ഇല്ലാതെ പെരുമാറാനും ഒക്കെ അവർ തയ്യാറായിരിക്കും, എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ആ ഒരു അസേർട്ടീവ് ആയിട്ടുള്ള ഒരു നേച്ചർ പുറത്തെടുക്കുമ്പോൾ മാത്രമേ പെൺകുട്ടികൾക്ക് അതൊരു മാസ്കുലിൻ ക്യാരക്ടറായിട്ട് തോന്നുകയും അതിനോട് അട്രാക്ഷൻ തോന്നുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ അസേർട്ടീവ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഇങ്ങനെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും. ഇവനിങ്ങനെ താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം ഈ പെൺകുട്ടി എന്ത് വിചാരിക്കും എന്നോർത്തും തുറന്നു പറയാൻ പോലും റെഡി ആവത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അവനെക്കുറിച്ച് തന്നെ ഒരു കാഴ്ചപ്പാടുണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ പെൺകുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് മാത്രം അവനിങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ അവളുടെ കയ്യിലത്തെ ഒരു പാവയായിട്ട് ഇങ്ങനെ മാറും. അങ്ങനെയുള്ളവരോട് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും തോന്നത്തില്ല എന്നുള്ളതാണ്. അവരോടൊരു പുച്ഛമായിരിക്കും, അല്ലെങ്കിൽ തങ്ങളെ കഴിഞ്ഞ് ഒരു ഇൻഫീരിയർ ആയിട്ടാണ് അങ്ങനെയുള്ളവരെ അവർ ട്രീറ്റ് ചെയ്യുക. ഒരു ആൺകുട്ടി കുറച്ച് കാലം മുമ്പ് എന്നോട് എപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു, അതായത് അവൻ എന്ത് പ്രവൃത്തി ചെയ്താലും അവന് സംശയമാണ് ഇത് അവൾക്ക് ഇഷ്ടമാവുമോ, ഉടനെ എന്നെ വിളിച്ച് ചോദിക്കും. ഇപ്പോൾ അവൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അവന് ഭയങ്കര ജോലി തിരക്കാണ്, ആ ടൈമിൽ ആരെയും ഫോൺ വിളിക്കാൻ പാടില്ല. അപ്പോഴാണ് അവൻ്റെ ഗേൾ ഫ്രണ്ട് വിളിക്കുന്നത്. അപ്പോൾ അവൻ ഫോൺ എടുക്കുന്നു. ഫോൺ എടുത്തിട്ട് അവൻ പറയുന്നത്, അയ്യോ എടി ഞാനിവിടെ ജോലി തിരക്കാണ്, ഞാൻ ഈ ജോലി കഴിയുമ്പോൾ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവൻ കട്ട് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഇവന് ഭയങ്കര വിഷമം. അത് കഴിഞ്ഞിട്ട് ഇവൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അത് ഞാനിങ്ങനെ പറഞ്ഞു കട്ട് ചെയ്യുവാണ്, അപ്പോൾ അത് അവൾക്ക് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അവളത് മോശമായിട്ടുള്ള രീതിയിൽ എടുക്കുമോ, അവൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, ഞാൻ ആ ചെയ്തത് തെറ്റായിപ്പോയോ
ഏത് അവന് സ്വന്തം ആ ഒരു പ്രവൃത്തി അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. 10-28 വയസ്സുള്ള ചെറുക്കനാണ്. അപ്പോൾ അവനറിയത്തില്ല അവൻ ചെയ്ത കാര്യം തെറ്റാണോ ശരിയാണോ. അപ്പോൾ അവൻ എന്ത് കാര്യം ചെയ്താലും അത് പ്രത്യക്ഷത്തിൽ യാതൊരു കുഴപ്പമില്ലാത്ത വളരെ മാന്യമായിട്ടുള്ളൊരു കാര്യമാണ് അവൻ പറഞ്ഞെങ്കിലും ഉടനെ എന്നെ വിളിച്ചു ചോദിക്കും, അയ്യോ ഞാൻ പറഞ്ഞത് ശരിയായോ, കുഴപ്പമുണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളവർ ശരിക്കും പെണ്ണുണ്ണികളാണ്. അവരെന്താണ് ചെയ്യുന്നത്, ഈ റിലേഷൻഷിപ്പിൽ ഒരു ഈക്വാലിറ്റി ഉണ്ട്, അവരാ ഒരു ഈക്വാലിറ്റി പാലിക്കുന്നില്ല. താൻ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ വല്ലാണ്ട് അങ്ങ് ഉയരത്തിൽ വലിയൊരു പെഡസ്ട്രൽ കയറ്റി വെച്ച് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ പെണ്ണുണ്ണികളാവും, അവരോട് യാതൊരു ഇത് അട്രാക്ഷനും തോന്നത്തില്ല. അതിനാൽ ഇവർക്ക് എപ്പോഴും പേടിയാണ് ഈ കുട്ടിയെ ഇട്ടിട്ട് പോവുക. അപ്പോൾ ആ ഫിയർ ഓഫ് ലൂസിങ് ഒക്കെ വരും. എന്നാൽ ഇവിടെ ഇവർ സ്നേഹം ബെഗ്ഗയില്ലെന്ന് മാത്രമല്ല, ഇവർക്ക് ആ പെൺകുട്ടി നഷ്ടപ്പെടും അങ്ങനെ ഒരു പേടിയേ ഇല്ല. ആ ഒരു പേടി അവസാനിക്കുന്നിടത്ത് മാത്രമേ പെൺകുട്ടികൾക്ക് നിങ്ങളോട് ആ ഒരു അട്രാക്ഷൻ തോന്നത്തുള്ളൂ എന്നുള്ളതാണ്. അതിനാൽ അവർ ഡോമിനൻ്റ് ആൻഡ് അസേർട്ടീവാണ്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും തങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ പേടിച്ചിട്ട് മറച്ചു വെക്കത്തില്ല, പറയാതിരിക്കത്തില്ല. അവൾ എന്ത് വിചാരിക്കും എന്ന് ഉദ്ദേശിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ വിഴുങ്ങിക്കളയത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ സോപ്പിട്ട് അവരെ സുഖിപ്പിക്കുന്ന രീതിയിൽ മാത്രം എക്സ്പ്രസ് ചെയ്യത്തില്ല. അവന് പറയാനുള്ള അവൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അതിപ്പോൾ അവർക്ക് ഇഷ്ടക്കേട് തോന്നിയാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം, അതായത് പറയേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാന്യമായ രീതിയിൽ പറഞ്ഞിരിക്കും. പിന്നെ ചില കാര്യങ്ങൾ പെൺകുട്ടികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ പെണ്ണുണ്ണികൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ പേടിച്ചിട്ട് പറയത്തില്ല. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കും, എന്നെ തെറ്റിദ്ധരിക്കുമോ. പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ടതൊക്കെയാണ് അതിൻ്റെ അവസരങ്ങളിൽ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആയിരിക്കും നിങ്ങളെക്കുറിച്ച് അവർക്ക് മോശം ഫീൽ ചെയ്യുക. അയ്യേ ഇവൻ എന്തൊരു കോന്തനാണ്, അതുപോലും പറയാനുള്ള ഒരു ധൈര്യമില്ലേ എന്നായിരിക്കും ആ കുട്ടി നിങ്ങളെപ്പറ്റി മനസ്സിൽ ചിന്തിക്കുക. ഇനി മൂന്നാമായിട്ട്, ഹി വിൽ ഡിഫെൻഡ് ആൻഡ് പ്രൊട്ടക്റ്റ് ഹിസ് പാർട്ട്ണർ അറ്റ് എനി കോസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരക്കാരായിട്ടുള്ള പുരുഷന്മാരുടെ കൂട്ടത്തിലായിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ട് തോന്നുന്നു. ഞങ്ങൾ വളരെയധികം സുരക്ഷിതരാണെന്നുള്ളൊരു ഫീല് എല്ലാത്തിലും ഇവന്മാർ സപ്പോർട്ട് കൊടുക്കും. ഒരു ചെറിയ ഉദാഹരണം കുടുംബജീവിതത്തിൽ നിന്നും പറഞ്ഞുതരാം, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ വീട്ടിൽ ഭാര്യയും ഭർത്താവും ഇരിക്കുമ്പോഴത്തേക്ക് ഒരു റിലേറ്റീവ് വലിഞ്ഞു കയറി വരുന്നു. അപ്പോൾ പുള്ളി പെൺകുട്ടി ജീൻസും ടോപ്പും ഒക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും പറയുകയാണ്, ഓ നീ എന്നാ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, ഇതൊക്കെ പെൺകുട്ടികൾ ഇടാൻ കൊള്ളുന്ന ഡ്രസ്സാണോ, മാന്യതയില്ല ഇതിനൊട്ടും, വല്ലോ സാരിയോ ചുരിദാറൊക്കെ ഇടും, നമ്മുടെ കുടുംബത്തിനൊരു കുടുംബ പാരമ്പര്യവും മഹിമയൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ വഴക്ക് പറയുമ്പോൾ ആ കുട്ടി കരയുന്നു, അവളങ്ങനെ വിഷമിക്കുന്നു. അപ്പോൾ ഒരു പെണ്ണുണ്ണിയായിട്ടുള്ള മണ്ണുണ്ണിയായിട്ടുള്ള മണവണാഞ്ചനായിട്ടുള്ള കെട്ടിയോനാണെങ്കിൽ, അല്ലെങ്കിൽ ഈ നല്ല ഉണ്ണിയായിട്ടുള്ള കെട്ടിയോനാണെങ്കിൽ ഉടനെ ആ പറഞ്ഞ റിലേറ്റീവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയും, അത് ശരിയാണ്, നീ എന്തിനാണ് ഈ ജീൻസും ടോപ്പും ഇട്ടേക്കണം, നിനക്ക് വല്ല സാരിയോ ചുരിദാറോ ഒക്കെ ഇട്ടുകൂടെ. എന്നാൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നത് ഈ ഒരു ബാഡ് ബോയ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു പുരുഷനാണെങ്കിൽ ആ റിലേറ്റീവിനോട് പറയും, ഇത് എൻ്റെ പെണ്ണാണ്, അവൾക്ക് സൗകര്യമുള്ളത് അവൾ ഇടും, അത് നീ ആരാ അതിൻ്റെ അകത്ത് കയറി ഇടപെടാൻ എന്ന് ചോദിച്ചിരിക്കും. പിന്നെ അവൻ മേലാൽ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് വരത്തില്ല. അത് തന്നെയല്ല, അവൻ ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കുകയും ചെയ്ത്, സാരമില്ല മോളെ, നിനക്ക് ഇഷ്ടമുള്ളത് നീ ഇട്ടോ, നിനക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ജീൻസും ടോപ്പുമാണ് നീ ഇട്ടോ, അതിനെന്താണ് പ്രശ്നം, എന്തിനാണ് ഈ അനാവശ്യ ട്രഡീഷനൊക്കെ നോക്കുന്നത് എന്നവൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഒരിക്കലും അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ നല്ല ഉണ്ണികൾ കൈ ഒഴിഞ്ഞ് ചോടി രക്ഷപ്പെടും എന്നുള്ളതാണ്. ഒരു രീതിയിൽ അവൻ ആ ഭാര്യയെ അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല. അവൻ ആ വീട്ടുകാരോ ബന്ധുക്കളോ നാട്ടുകാരോ അവർ ഈ കുട്ടിയെക്കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ കൂടും. റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരിക്കലും കുട്ടിയെ സപ്പോർട്ട് ചെയ്യത്തില്ല, അവളുടെ കയ്യിലാണ് 100% ശരിയെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള മണവണാഞ്ചന്മാരെ ഒന്നും പെൺപിള്ളേർക്ക് ഇഷ്ടമില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ സെക്യൂറാണ്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, എല്ലാ കാര്യത്തിലും ഇവൻ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിലേ അവർക്ക് ആ ഒരു അട്രാക്ഷൻ തോന്നുള്ളൂ. അപ്പോൾ ബാഡ് ബോയ്സിന് അവരുടെ ആ ഒരു സ്വഭാവം കൊണ്ട് തന്നെ അവരിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനോടാണ് സ്ത്രീകൾക്ക് അട്രാക്ഷൻ തോന്നുന്നത്. അപ്പോൾ നിങ്ങളിത് തെറ്റിദ്ധരിക്കരുത്. അതായത് വെറുതെ ഒരു ബാഡ് ബോയ് എന്നുള്ള രീതിയിലല്ല പെൺകുട്ടികൾ അവരെ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ശരിക്കും നല്ലൊരു ജെൻറ്റിൽമാൻ ആണെങ്കിൽ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബാഡ് ബോയ്സിൻ്റെ ആ ചില നല്ല പോസിറ്റീവായിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളോടായിരിക്കും ആ കുട്ടിക്ക് കൂടുതൽ ഇഷ്ടം തോന്നുക.